നമസ്കാരം. കീ ടു വിൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി ടച്ച് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ തുടർന്നുള്ള പാർട്ടുകൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് എന്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ചോദിച്ചാൽ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് എന്നാണെന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 6-ന്. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകൃതമായത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം ചേർന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 9-ന്. 46 ഡിസംബർ 6-നാണ് രൂപീകൃതമായതെങ്കിലും ആദ്യ യോഗം ചേർന്നത് 46 ഡിസംബർ 9-നാണ്. ആദ്യ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത് എന്ന് ചോദിച്ചാൽ 207 പേർ. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ആദ്യ സമ്മേളനത്തിൽ എത്ര വനിതകളാണ് പങ്കെടുത്തത് എന്ന് ചോദിച്ചാൽ 9 വനിതകളാണ് പങ്കെടുത്തത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9. മുസ്ലിം ലീഗ് ഈ സമ്മേളനം ബഹിഷ്കരിച്ചു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചാണ്. സെൻട്രൽ ഹാൾ ഓഫ് പാർലമെൻറ്റ് എന്നും അറിയപ്പെടുന്നു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആരാണ് ആദ്യമായി അഭിസംബോധന ചെയ്തത്? JB കൃപലാനി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ താൽക്കാലിക അധ്യക്ഷനായിരുന്നത് ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ആദ്യ സമ്മേളനത്തിൻ്റെ താൽക്കാലിക അധ്യക്ഷനായിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ. നമ്മൾ പറഞ്ഞു താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. എന്നാൽ സ്ഥിരം അധ്യക്ഷനായി പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എപ്പോഴായിരുന്നു? 1946 ഡിസംബർ 11-ന്. 1946 ഡിസംബർ 11-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡൻ്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ 2 പേരുണ്ട്. ആരൊക്കെയായിരുന്നു? HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരായിരുന്നത് HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. എന്നാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 13-നാണ് എന്ന് കൃത്യമായി ഓർത്തിരിക്കുക. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13-ന്. എന്നാൽ ഈ ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1947 ജനുവരി 22-നാണ്. 46 ഡിസംബർ 13-നാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചത്. അതിന് ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22-ന്. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നോക്കാം. ജനസംഖ്യ ആനുപാതികമായിട്ടാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഓരോ പ്രവിശ്യയ്ക്കും ഓരോ നാട്ടുരാജ്യത്തിനും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടത്തിനും സീറ്റുകൾ അനുവദിക്കുകയുണ്ടായി. ഇതിൻ്റെ ഒരു ഏകദേശ അനുപാതം എന്ന് പറയുന്നത് 1:10 lakh 1:10 ലക്ഷം എന്നതായിരുന്നു.
ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 389 അംഗങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ആദ്യം ഉണ്ടായിരുന്ന ആകെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 389. ഈ 389 അംഗങ്ങളിൽ 296 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നായിരുന്നു. 296 പേര് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നുമായിരുന്നു. എന്നാൽ 93 പേര് പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നും ഉള്ളവരായിരുന്നു. ആകെ അംഗങ്ങളുടെ എണ്ണം 389 ആയിരുന്നു. അതിൽ 296 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നുമായിരുന്നു. 93 അംഗങ്ങൾ പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നുമായിരുന്നു. ഈ 296 അംഗങ്ങളിൽ 292 അംഗങ്ങൾ 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും 4 അംഗങ്ങൾ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുമായിരുന്നു. അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നുമുണ്ടായിരുന്ന 296 അംഗങ്ങളിൽ 292 അംഗങ്ങൾ 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും 4 അംഗങ്ങൾ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുമായിരുന്നു. എന്നാൽ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഡൽഹി, അജ്മീർ, കൂർഗ്, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ ഏതൊക്കെയായിരുന്നു? ഡൽഹി, അജ്മീർ, കൂർഗ്, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ അവരവരുടെ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് വിഭജിച്ച് നൽകിയത്. 3 മുഖ്യ വിഭാഗങ്ങൾക്കിടയിലാണ് വിഭജിച്ച് നൽകിയത്. ഏതൊക്കെയാണ് ആ 3 മുഖ്യ വിഭാഗങ്ങളെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം. ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ അവരവരുടെ ജനസംഖ്യ അനുപാതമനുസരിച്ച് മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി വീതിച്ചു നൽകി. ഇനി എങ്ങനെയാണ് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ചാണ്, അഥവാ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം വഴിയാണ് തിരഞ്ഞെടുത്തത്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അഥവാ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം അനുസരിച്ചിട്ട് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടിയാലോചനയിലൂടെ നിശ്ചയിക്കാൻ തീരുമാനിച്ചു. എന്നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്കുള്ള സീറ്റുകളുടെ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് ചോദിച്ചാൽ 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായാണ് നടന്നത്. 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്കുള്ള 296 സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 82% സീറ്റുകളുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 82% സീറ്റുകളുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്. ഈ 296 അംഗങ്ങളിൽ സിഖ് മതസ്ഥര് 4 പേരായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 3 പേരായിരുന്നു. പാഴ്സി മതസ്ഥർ എത്ര എന്ന് ചോദിച്ചാൽ 3 പേരായിരുന്നു. 296 അംഗങ്ങളിൽ 4 സിഖ് മതസ്ഥരും 3 ആംഗ്ലോ ഇന്ത്യൻസും 3 പാഴ്സി മതസ്ഥരും ഉൾപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 208 സീറ്റ് നേടി. മുസ്ലിം ലീഗ് 73 സീറ്റ് നേടി. ബാക്കിയുള്ള 15 സീറ്റ് ആർക്കാണ് കിട്ടിയത്? സ്വതന്ത്രർക്കാണ് കിട്ടിയത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആര് എന്ന് ചോദിച്ചാൽ ഫ്രാങ്ക് ആൻ്റണി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരായിരുന്നു? ഫ്രാങ്ക് ആൻ്റണി. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആയിരുന്നത് SN മുഖർജി. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളികളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആകെ മലയാളി അംഗങ്ങൾ എന്ന് പറയുന്നത് 17 പേരായിരുന്നു. വനിതകൾ ഉൾപ്പെടെ ആകെ മലയാളി അംഗങ്ങൾ 17 ആയിരുന്നു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 3. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആകെ മലയാളി അംഗങ്ങൾ 17, അതിൽ വനിതകൾ 3 പേർ.
ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. തിരുവിതാംകൂറിൽ നിന്ന് 5 പേരാണ് ഉണ്ടായിരുന്നത്. പട്ടം താണപ്പിള്ള, ആർ ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ. ആരൊക്കെയായിരുന്നു തിരുവിതാംകൂറിൽ നിന്നും ഉണ്ടായിരുന്നത്? പട്ടം താണപ്പിള്ള, ആർ ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ. കൊച്ചിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ. കൊച്ചിയിൽ നിന്നും ഉണ്ടായിരുന്നത് പനമ്പള്ളി ഗോവിന്ദമേനോൻ. മദ്രാസിൽ നിന്നും അഥവാ മലബാറിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ 7 പേരാണ് ഉണ്ടായിരുന്നത്. K മാധവമേനോൻ, P കുഞ്ഞിരാമൻ, KTM അഹമ്മദ് ഇബ്രാഹിം, B പോക്കർ, AK മേനോൻ, അബ്ദുൾ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഒന്നുകൂടെ പറയാം. മദ്രാസിൽ നിന്നും അഥവാ മലബാറിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ K മാധവമേനോൻ, P കുഞ്ഞിരാമൻ, KTM അഹമ്മദ് ഇബ്രാഹിം, B പോക്കർ, AK മേനോൻ, അബ്ദുൾ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. യുണൈറ്റഡ് പ്രൊവിൻസ് അഥവാ UP നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ ജോൺ മത്തായി. വനിതകൾ 3 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആരൊക്കെയാണെന്ന് നോക്കാം. 1 ആനിമസ് ഗ്രീൻ, തിരുവിതാംകൂറിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. രണ്ടാമത്തത് അമ്മു സ്വാമിനാഥനായിരുന്നു, മദ്രാസിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. മൂന്നാമത്തത് ദാക്ഷായണി വേലായുധൻ, മദ്രാസിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 3 വനിതകളാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ആനി മസ്ക്രീൻ തിരുവിതാംകൂറിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു, അമ്മു സ്വാമിനാഥൻ മദ്രാസിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു, ദാക്ഷായണി വേലായുധൻ മദ്രാസിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ന ഭാഗം നോക്കാം. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 299 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 299 ആയിരുന്നു. ഈ 299 എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുടെ അംഗങ്ങളുടെ എണ്ണം 296 നിന്ന് 229ലേക്കും പ്രിൻസിലി സ്റ്റേറ്റിലെ അംഗങ്ങളുടെ എണ്ണം 93 നിന്ന് 70ലേക്കും ചുരുങ്ങി. അങ്ങനെ 229 + 70 അങ്ങനെയാണ് 299 വരുന്നത്. അപ്പോൾ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 299 ആയിരുന്നു. ഇന്ത്യ വിഭജനത്തിന് ശേഷം ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലുണ്ടായ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 229 ആയിരുന്നു. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്നുമുള്ള അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ 70. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ആദ്യം ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 17 ആയിരുന്നു. എന്നാൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം സഭയിലെ വനിതകളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചാൽ 15. ആരെല്ലാമാണെന്ന് നോക്കാം. അമ്മു സ്വാമിനാഥൻ, ആനിമസ് ഗ്രീൻ, ദാക്ഷായണി വേലായുധൻ, ബീഗം ഐസ്വാസ് റസൂൽ, ദുർഗാഭായ് ദേശ്മുഖ്, ഹൻസ ജീവറായ് മേത്ത, ലീല റോയ്, മാലതി ചൗധരി, കമല ചൗധരി, പൂർണിമ ബാനർജി, രാജ്കുമാരി അമൃത് കൗർ, രേണുക റായ്, സരോജിനി നായിഡു, സുജേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ വനിതാ അംഗങ്ങളിൽ പെടാത്തതാര് അല്ലെങ്കിൽ വനിതാ അംഗങ്ങളിൽ പെടുന്നതാര് എന്നെല്ലാം ചോദിച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ 15 വനിതാ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ അമ്മു സ്വാമിനാഥൻ, ആനിമസ് ഗ്രീൻ, ദാക്ഷായണി വേലായുധൻ, ബീഗം ഐസ്വാസ് റസൂൽ, ദുർഗാഭായ് ദേശ്മുഖ്, ഹൻസ ജീവറാജ് മേത്ത, ലീല റോയ്, മാലതി ചൗധരി, കമല ചൗധരി, പൂർണിമ ബാനർജി, രാജ്കുമാരി അമൃത് കൗർ, രേണുക റായ്, സരോജിനി നായിഡു, സുജേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത ആര്? ബീഗം ഐസ്വാസ് റസൂൽ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസ്വാസ് റസൂൽ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിത ആര് എന്ന് ചോദിച്ചാൽ ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിത ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ മുദ്രയായി തിരഞ്ഞെടുത്തത് എന്ത് എന്ന് ചോദിച്ചാൽ ആന.
ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ മുദ്രയായി തിരഞ്ഞെടുത്തത് എന്ത്? ആന. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാ അഥവാ ലീഗൽ അഡ്വൈസറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? BN റാവു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? BN റാവു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരായിരുന്നു? HVR അയ്യങ്കാർ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സെക്രട്ടറി HVR അയ്യങ്കാർ ആയിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് എന്ന് ചോദിച്ചാൽ 1947 നവംബർ 17. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് 1947 നവംബർ 17. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നിയമനിർമ്മാണ സഭയുടെ സ്പീക്കർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ GV മാവ്ലങ്കാർ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്പീക്കർ ആയിരുന്നത് GV മാവ്ലങ്കാർ. ഭരണഘടനാ നിയമനിർമ്മാണ സഭ വിവിധ സെക്ഷനുകളായി സമ്മേളിച്ചു. ആകെ 11 സെക്ഷനുകളായാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ സമ്മേളിച്ചത്. ഒന്നാമത്തെ സെക്ഷൻ 1946 ഡിസംബർ 9 മുതൽ 23 വരെ ആയിരുന്നു. ഒന്നാമത്തെ സെക്ഷൻ എപ്പോഴാണ് നടന്നത്? 1946 ഡിസംബർ 9 മുതൽ 23 വരെ ആയിരുന്നു. 11ാമത്തെ സെക്ഷൻ എപ്പോഴാണ് നടന്നത് എന്ന് ചോദിച്ചാൽ 1949 നവംബർ മാസം 14 മുതൽ 26 വരെയാണ് നടന്നത്. 11ാമത്തെ സെക്ഷൻ നടന്നത് 1949 നവംബർ 14 മുതൽ 26 വരെയാണ്. 1950 ജനുവരി 24 അവസാനമായി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഒത്തുചേർന്നു. അവസാനമായിട്ട് ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഒത്തുചേർന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1950 ജനുവരി 24. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഇന്ത്യ വിഭജനത്തിന് മുൻപ് 389 ആയിരുന്നു. ഇന്ത്യ വിഭജനത്തിന് ശേഷം 299. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് ഇന്ത്യ വിഭജനത്തിന് മുമ്പുണ്ടായിരുന്നത് 296 പേരായിരുന്നു. ഇന്ത്യ വിഭജനത്തിന് ശേഷം അത് 229 ചുരുങ്ങി. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് ഇന്ത്യൻ വിഭജനത്തിന് മുൻപുണ്ടായിരുന്നത് 296 പേർ. ഇന്ത്യ വിഭജനത്തിന് ശേഷം 229 പേർ. പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്ന് ഇന്ത്യ വിഭജനത്തിന് മുമ്പുണ്ടായിരുന്നത് 93 പേരായിരുന്നു. എന്നാൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 70 പേർ. പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്ന് ഇന്ത്യ വിഭജനത്തിന് മുമ്പുണ്ടായിരുന്നത് എത്ര പേരാണ്? 93 പേരാണ്. ഇന്ത്യ വിഭജനത്തിന് ശേഷം പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നും എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 70. ഇന്ത്യ വിഭജനത്തിന് മുൻപ് വനിതകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 17. ഇന്ത്യ വിഭജനത്തിന് ശേഷം 15. ഇന്ത്യ വിഭജനത്തിന് മുമ്പ് എത്ര മലയാളികൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 17 പേരായിരുന്നു. ഇന്ത്യ വിഭജനത്തിന് ശേഷം എത്ര മലയാളികൾ എന്ന് ചോദിച്ചാൽ 17 പേരായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതിൻ്റെ തുടർന്നുള്ള പാർട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ടച്ച് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക്